ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ ഇടവം രാശി സ്ഥിതിയെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 20-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെയുള്ള 45 ദിവസം ഇടവം രാശിയിൽ ഈ ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യും. അതായത് കൊല്ലവർഷം 1201 ആണ്ട് മിഥുനമാസം 6-ാം തീയതി മുതൽ ഇടവമാസം 17-ാം തീയതി വരെയാണ് ആ ദിവസങ്ങൾ. ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം സമക്ഷേത്രമാണ് ഇടവം രാശി, അതായത് ശുക്രന്റെ ക്ഷേത്രം. ഓരോ ഗ്രഹത്തിനും ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം, സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം എന്നൊക്കെയുണ്ട്. അതിൽ സമക്ഷേത്രമാണ്. ഒരു ശത്രുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് പോലെ അല്ലല്ലോ തുല്യരായ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ അനുഗ്രഹ വർഷം ചൊരിയും ആ ചൊവ്വാഗ്രഹം. അപ്പോൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകരം രാശിക്കാരെ കുറിച്ചാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യസ്ഥാനമായ 5-ാം ഭാവത്തിലാണ് ഈ സൈന്യാധിപനും കൂടിയായിരിക്കുന്ന തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും അധികാരത്തിൻ്റെയും പ്രവർത്തനക്ഷമതയെയും സൂചിപ്പിക്കുന്ന ആ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്നു. അത് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യവും ഉപജയസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ബലമുള്ള 11-ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് മകരം രാശിക്കാർക്ക് ചൊവ്വ. അങ്ങനെയുള്ള ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യാധിപനാണ്. രാജയോഗകാരകനായ ശുക്രൻ അത് വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. ഉച്ചസ്ഥിതനായിരിക്കുന്ന വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുക കൂടി ചെയ്യുന്ന ഒരു സന്ദർഭങ്ങളാണ് കടന്നു വരുന്നത്. മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഉജ്ജ്വലമായ വിജയങ്ങൾ ഈ ശുക്രനും ചൊവ്വായും വ്യാഴവും ഒക്കെ ചേർന്ന് നൽകും. അത് വളരെ പ്രയോജനകരമാണ്. ബുധനും വളരെ നിവൃത്തിസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദിത്യൻ്റെ സ്ഥിതിയും ഉത്തമമാണ്. എല്ലാവിധത്തിലും ഗ്രഹങ്ങളുടെ ഒരു വിജയം തരുന്ന ഒരവസ്ഥയാണ്. വളരെ ദീർഘനാളുകളായിട്ട്, അതായത് കഴിഞ്ഞ ഒരു വർഷം ദൈവാധീനമൊക്കെ ഇല്ലാതെ പല വിജയങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും വളരെ ചില നഷ്ടങ്ങളും ഉണ്ടായ ഒരു വർഷമാണ്. എന്നാൽ ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഈ 45 ദിവസം മുൻപ് ഉണ്ടായ പല നഷ്ടങ്ങളിൽ നിന്നും കരകയറുവാൻ, ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ, വിജയത്തിലെത്തുവാൻ ഒക്കെ സാധിക്കുന്ന ഒരു നല്ല അവസരമുള്ള, പ്രവർത്തിച്ച് വിജയിക്കുവാൻ അവസരമുള്ള ദിവസങ്ങളാണ് ഈ 1.5 മാസം. ഓരോ മനുഷ്യരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. രാശിയാധിപന്റെ സ്ഥിതിയും ഉത്തമമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം സംസാരം. ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. അതായത് പെട്ടെന്ന് ദേഷ്യമുണ്ടായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മിത്രങ്ങൾ ശത്രുക്കളായി പോകേണ്ട ഒരു കാര്യം ഇല്ലല്ലോ. അതിനു വേണ്ടിയിട്ട് കുടുംബത്തെ, ജീവിത പങ്കാളിയായ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് വളരെ രമ്യതയിൽ പോകുവാൻ പറ്റിയ ഒരു സമയം. ഉല്ലാസയാത്ര പോകുന്നതിനോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും, അതുപോലെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും, ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ, ഗൃഹം പുതുക്കിപ്പണിയുവാനും, പുതിയ വാഹനം വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് ഈ മകരം രാശിക്കാർക്ക് ഈ 45 ദിവസത്തിനുള്ളിൽ. ഇതെല്ലാം കൂടി ഒരാൾക്ക് വന്നു ചേരും എന്നല്ല, ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു അഭിവൃദ്ധികൾ ഉണ്ടാകുക തന്നെ ചെയ്യും. കടങ്ങൾ വീഴുക, ചിലർക്ക് അങ്ങനെയാണ്. വലിയ വലിയ ദുഃഖ ദുരിതങ്ങളിൽ പെട്ടു നിൽക്കുന്നവർക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ഒരു കടം വീടുന്നതിനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുവാനൊക്കെ യോഗമുണ്ട് ആ ബുധൻ്റെ സ്ഥിതി കൊണ്ടും. അതുപോലെ തന്നെയാണ് ആ പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ ബലവാനായിട്ട് വ്യാഴത്തിനോടൊക്കെ യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കലാരംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ്. ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അത് വാഹനവുമായി ബന്ധപ്പെട്ടും ഗൃഹവുമായി ബന്ധപ്പെട്ടും ഒക്കെ പുതിയ ഷോപ്പുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനുവേണ്ടി വർക്കുകൾ ചെയ്യുന്നവർ, അങ്ങനെ നോക്കുമ്പോൾ ഭക്ഷണം ഒരു പാചക കലയാണ്.
പാചകവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, അതുമല്ല ഉയർന്ന തരത്തിൽ വൻകിട ബിസിനസ്സുകൾ പാചകവുമായി ബന്ധപ്പെട്ട ചെയ്യുന്നവർ, അതിൻ്റെ നിർമ്മാതാക്കൾ, വിതരണക്കാർ, ബേക്കറി ഐറ്റംസ് പോലെയുള്ള ധാരാളം ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അവർക്കൊക്കെ അനുകൂലമാണ് ഈ കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ്റെ ആ നിവൃത്തിസ്ഥാന സ്ഥിതി കൊണ്ട് ഡീലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ നല്ല ഉയർന്ന വരുമാനം ലഭിക്കും. സാമ്പത്തികം ഭദ്രമായിരിക്കും ഈ 45 ദിവസം. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം, അതുപോലെ തന്നെ വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ യോഗമുണ്ട്. എല്ലാവരും അവരവർ തന്നെ വിദേശത്ത് പോകണമെന്നില്ല. വിദേശത്ത് പോയിരിക്കുന്ന മക്കളോ അല്ലെ മറ്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഒരു ധനസഹായം ചെയ്യുന്നതിനും ഒക്കെ ഈ ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട് സൂചകമാണ്. പ്രധാനമായിട്ട് അധിക സാഹസികത പാടില്ല. അതായത് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലുകളുണ്ട്. അങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ അധിക സാഹസികത പാടില്ല. അതായത് ഡ്രൈവിങ് സാഹസികമായിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പൊക്കത്തിലൊക്കെ കയറുന്നവർ, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ, മറ്റ് മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അവരെയൊക്കെ വളരെ കാര്യക്ഷമതയോടുകൂടി മേലധികാരികളുടെ ആ നിർദ്ദേശങ്ങൾ സേഫ്റ്റിക്കായിട്ട് വേണ്ടതൊക്കെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ഫയർഫോഴ്സുകാർക്കും ഗുരുതരമായ ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാതെ പറ്റുകയില്ല, നോക്കി നിൽക്കാൻ പറ്റുകയില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യത്തിൽ മേലധികാരികൾ നിർദ്ദേശിക്കുന്ന സേഫ്റ്റി ബെൽറ്റുകളും അങ്ങനെയുള്ള പ്രിക്കോഷൻസൊക്കെ സ്വീകരിച്ചുകൊണ്ട് വേണം ചെയ്യുവാനായിട്ട്. അത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നവരോ ആക്ടേഴ്സ്, അതായത് സീരിയൽ രംഗത്തോ സിനിമാ രംഗത്തൊക്കെയോ അഭിനയവും കലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സോഷ്യൽ മീഡിയ വർക്കേഴ്സ്, വാർത്താവിനിമയ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ അധിക സാഹസികത പാടില്ല. വിജയങ്ങൾ വന്നു ചേരും, തൊഴിൽ പുരോഗതികൾ വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും, മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു സഹകരണമുണ്ടാകും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ ഈ ചൊവ്വ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ദൈവാധീനത്തോടു കൂടിയൊക്കെ ആ പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും വിദേശത്ത് പോയി നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ യോഗമുണ്ട്. അത് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ നല്ല ഒരുപോലെ ഈ ചൊവ്വായും ശുക്രനും വ്യാഴവും ഒക്കെ ഈ 45 ദിവസം അനുഗ്രഹിച്ച് നിൽക്കുന്നതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്, ഒരു കമൻറ്റ് പോലും വിട്ടുപോവുകയില്ല. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് എഴുതി വെച്ചൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മകൾ ഉണ്ടാകുവാനായിട്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് അതീവ ദുഃഖ ദുരിതങ്ങളിൽ, വിദ്യാതടസ്സമോ തൊഴിൽ തടസ്സമോ വിവാഹ തടസ്സമോ ദാമ്പത്യ യുദ്ധി ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പരിഭവങ്ങളൊക്കെ ഉള്ളവർ നേരിട്ട് ഓൺലൈനായിട്ട് എന്നോട് നേരിട്ട് സംസാരിക്കുവാൻ താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതല്ല എൻ്റെ ജ്യോതിഷാലയത്തിൽ വന്ന് നേരിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഗ്രഹനില നോക്കുന്നതിനും കവടി നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.